കംഫർട്ട് ഇല്ല. നിന്റെ സ്വന്തം വണ്ടി ഉണ്ടോ? നിന്റെ സ്വന്തം റൂം? അതൊന്നും ഇല്ല ബ്രോ, അതൊന്നും ഇല്ല. പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കാം, എൻജോയ് ചെയ്യാം ഇവിടെ. കോമഡി എന്ന് പറഞ്ഞാല് ഞാൻ 2 ദിവസം മുമ്പ് അവിടെ നമ്മളെ കൊളീഗ് ഉണ്ട് കേട്ടോ, ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ വീടെടുത്തത് ഒരു 5-6 വർഷം മുമ്പൊക്കെ ആണ് സംഗതി. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇനി എത്ര അടയ്ക്കാണ്ട് ചോദിച്ചു. എത്ര അടയ്ക്കലെന്ന് ചോദിച്ചു. $6000 മാസം. മാസം. പിന്നെ എത്ര ഉണ്ട്? 2 വർഷം, 5 വർഷം, 10 വർഷം? 30 വർഷം. അവൻ ചാറുമ്പോഴേ വീട് അവന്റെ ആവത്തുള്ളൂ. അവൻ ചത്തുപോയി കഴിഞ്ഞാൽ അത് പിന്നെ ഗവൺമെന്റിനാവും. ചത്തുപോയി കഴിഞ്ഞാൽ നേരെ ഗവൺമെന്റിനാവും. പോവില്ല കേട്ടോ, മകന് കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ ഇല്ല. നിനക്കൊന്നും അറിയത്തില്ലേ? എല്ലാം ഞാൻ പറഞ്ഞുതരാം. മക്കൾക്ക് കൊടുക്കൂല. അപ്പൊ ട്രാൻസ്ഫറിങ് പറ്റൂല. മക്കൾക്ക് കൊടുക്ക. ഇപ്പൊ 1 മില്യന്റെ വീടാണെങ്കിൽ 1 മില്യന്റെ 1 മില്യന്റെ ഇവിടെ ഓരോ പ്രൊവിൻസിനും ഓരോ കണക്കാണ്. ഇവിടെ 40%. 1 മില്യന്റെ 40% എന്ന് പറഞ്ഞാൽ 400K ഇത്ര ശതമാനം, അതായത് ഇത്ര ശതമാനം ടാക്സ് ഒറ്റ തുകയായിട്ട് ഗവൺമെന്റിന് കെട്ടിയാലേ ആ വീട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഗവൺമെന്റ് ആ വീട് എടുത്തിട്ട് ഗവൺമെന്റ് വിറ്റിട്ട് ബാക്കി കിട്ടുന്ന ഒരു തുക നിനക്ക് തരും, അങ്ങോട്ട് മോന് തരും. അപ്പൊ 1 മില്യന്റെ വീട് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 1 മില്യണിൽ നിന്ന് ഒരു 200K നിനക്ക് തരും. ഭാര്യക്ക് കൊടുക്കാം. അല്ല, ഇപ്പൊ 1 മില്യന്റെ 1 കോടി രൂപന്റെ വീടാണെങ്കിൽ 40% ടാക്സ്. അപ്പൊ $40,000 40,000 രൂപ കൂട്ടിക്കോ, 1 ലക്ഷം കൂട്ടിക്കോ, 40,000 പ്ലസ് ടാക്സ്. അപ്പൊ ടാക്സ് കൂട്ടിട്ട് 50 എത്തും. 50ന്റെ അത് ഒരു പൈസ കണക്ക് ഗവൺമെന്റിന് അടക്കണം. എന്നാലേ ആ വീട് നിനക്ക് വീട് കിട്ടും. അതായത് നമുക്ക് 1 മില്യന്റെ വീട് അതല്ല അച്ഛാ, അങ്ങനല്ല. 1 മില്യൺ കൂടി 1 ലക്ഷം നാട്ടിലത്തെ കൂട്ടിക്കോ. അപ്പൊ അതിന്റെ 40 പോലീസ് പറന്നു വരുന്നുണ്ട് കേട്ടോ പറയുന്നത്. ഓരോ പ്രൊവിൻസിന് ഓരോ ശതമാനം കണക്കുണ്ടാവും. അപ്പൊ ഈ പ്രൊവിൻസിന് 40 മഫ്തി പോലീസാ, അറിയത്തില്ല. ലൈറ്റ് ഇട്ടാലേ അറിയത്തുള്ളൂ. 40 ആണെങ്കിൽ 40,000 രൂപ നീ കൊടുക്കണം പ്ലസ് ടാക്സ്. അപ്പൊ 50,000 എത്തും. അത് ഒരുമിച്ച് നീ കൊടുത്താലേ നിനക്ക് വീട് എത്തും. അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ എന്റെ വീട്, ഞാനിപ്പോ വീട് ഇപ്പൊ മാസം മോർഗേജ് അടച്ചോണ്ട് ചോദിക്കും, 30 വർഷം അടച്ചോണ്ട് എല്ലാം തീർന്നു. ഞാൻ മരണപ്പെട്ടു. എനിക്കൊരു മോനുണ്ട്. മോന് പോവില്ല. മോന് നിന്റെ വീടെന്നല്ല, നിന്റെ ഒരു സാധനം നിന്റെ മോന് കൊടുക്കില്ല. നിന്റെ മൊത്തമുള്ള ബാധ്യതകൾ, നിന്റെ സമ്പാദ്യം എല്ലാം കൂടെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഇപ്പൊ എസ്റ്റേറ്റ് ഓഫ് അൻസാർ. നീ ഒരു വില്ല എഴുതി വെക്കണം മരിക്കുന്നതിന് മുന്നേ. അത് നീ ചെയ്തു വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് എൻ്റെ മരണശേഷം എൻ്റെ ഇന്ന സാധനങ്ങൾ ഇന്ന ആൾക്ക്, ഇന്ന സാധനം ഇന്ന ആൾക്കെന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഇച്ചിരി കൂടെ എളുപ്പമാണ്. അത് നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കൂടെ ഗവൺമെന്റ് ഒരു ബോഡി ഉണ്ടാക്കും. ഗവൺമെന്റിന്റെ ഒരു വക്കീലും പിന്നെ കുറെ അതിന്റെ ഇതൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് 3-4 പേരുടെ ഒരു ബോഡി. അതിനെയാണ് എസ്റ്റേറ്റ് ഓഫ് അൻസാർ എന്നാ പറയുന്നത്. എസ്റ്റേറ്റ് എന്ന് അതിനെ പറയുന്നത്. അവരാണ് നിന്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അവർ നോക്കും നിന്റെ വയസ്സായ കാലങ്ങളിൽ നിന്നെ നോക്കിയത് ആരാണ്, നിന്റെ ഇതിൽ ആരാണ് അർഹതപ്പെട്ടത്. ഇതെല്ലാം അവർ പഠിച്ചിട്ട്, നീ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലാണ് പറയുന്നത്, പഠിച്ചിട്ട് നിന്റെ മൊത്തം ഇതിൽ ഇത്ര ശതമാനം ആർക്ക് കൊടുക്കണം, ഇത്ര ശതമാനം ഇന്നാർക്ക് കൊടുക്കണം എന്നുള്ളത് അവര് തീരുമാനമെടുക്കും. അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ എഴുതി വെച്ചതിനനുസരിച്ച്. പക്ഷെ വീടൊക്കെ ഇപ്പൊ നീ നിന്റെ മോൻ എഴുതി വെച്ചെന്ന് വിചാരിച്ചോ, ആ വീട് എഴുതി വെച്ചപ്പോ നിന്റെ മോൻ ഇപ്പൊ 1 മില്യന്റെ വീടാണെങ്കിൽ 400K അവന് അടയ്ക്കാനുണ്ടെങ്കിൽ ആ വീട് കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഗവൺമെന്റ് വിട്ടിട്ട് അതിന്റെ പൈസ എത്രയാന്ന് വെച്ചാൽ നിന്റെ മോനെ വീട് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് 400K ഉണ്ടാവണം. വീട് നിന്റെ അവിടെ വീട് കിട്ടത്തുള്ളൂ. 400K ഒറ്റയടിക്കുന്നില്ല. അന്നത്തെ മാർക്കറ്റ് പ്രൈസ് അന്ന് അതിന് വേറെ പ്രൈസ് ആയിരിക്കും. അന്നത്തെ മാർക്കറ്റ് പ്രൈസിന്റെ ടാക്സ് ആണ് അവർ പറയുന്നത്. അത് ഇപ്പൊ സപ്പോസ് നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 രൂപ കിടപ്പുണ്ട്. അത് നീ വ്യക്തമായിട്ട് എഴുതണം, ഇത് എന്റെ മോനാണ്, എന്റെ അവശേഷം എന്ന് എഴുതിയാൽ അത് പോകും. ഇല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിനാണ്, ഗവൺമെന്റിനാണത്, ഗവൺമെന്റിന്റെ പൈസയാണ്. ഗവൺമെന്റ് നീ എഴുതി നിനക്ക് ഭാര്യയ്ക്ക് പോവാം. ഭാര്യയ്ക്ക് ടാക്സ്, ഗവൺമെന്റ് ടാക്സ് പിടിക്കാതെ നിനക്ക് നിന്റെ നീ ബില്ല് എഴുതി വെച്ചാൽ, ബില്ല് എഴുതി വെച്ചില്ലെങ്കിൽ അതുമില്ല. ബില്ല് എഴുതി, അതായത് എൻ്റെ ഭാര്യയ്ക്കെന്നുണ്ടെങ്കിൽ നിന്റെ വീടും നിന്റെ സ്വത്തും എല്ലാം കൂടെ ഒരു ടാക്സും ഗവൺമെന്റ് കൊടുക്കാതെ നിന്റെ ഭാര്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഭാര്യയുടെ മരണശേഷം അടുത്ത തലമുറയിലോട്ടൊന്നും പാസ് ചെയ്യത്തില്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ മരിച്ചാൽ ഭാര്യ എന്ന് ഭർത്താവിനോട്ട് എഴുതി വെച്ചാൽ
അതുപോലെ നിനക്ക് വേറൊരു കാര്യം അറിയാം, നീ ഇവിടെ മരിച്ചാല് മരിച്ചാല് നിന്നെ 6 അടി മണ്ണിനകത്ത് കുഴിച്ചാണ്. ഒരു 6 അടി മണ്ണ് മേടിക്കാൻ ഇപ്പോഴത്തെ ഇതിന് എത്രയാണ് വില? ഇപ്പൊ 10,000 രൂപയാന്ന് തോന്നുന്നു 6 അടി മണ്ണിന്. 6 അടി മണ്ണ് മേടിക്കാൻ 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിന്നെ 6 അടി മണ്ണിനകത്ത് കുഴിച്ചിടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ കരിച്ച് പുകച്ചോളയും, അത്രേ ഉള്ളൂ. കരിച്ച് പുകച്ചോളയും, എന്നിട്ട് പറത്തിക്കളയും, അത്രേ ഉള്ളൂ. അല്ല മറ്റേ പബ്ലിക് ക്രിമിനേറ്ററും ഉണ്ട്, അതിൻ്റെ അത് ഒറ്റയടി എത്ര എല്ലും കൂടി. ഇല്ല, പള്ളിയിലടക്കമൊന്നും ഇല്ല. 6 അടി മണ്ണ് കൊടുക്കുന്നതിന് കാശുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് 6 അടി മണ്ണിനകത്ത് ഇതുള്ളൂ. അത് മാത്രമല്ല, 6 അടി മണ്ണിന്റെ പൈസ മാത്രമല്ല, നിന്നെ കാസ്കറ്റിനകത്ത് വെക്കണമെങ്കിൽ ഒരു കാസ്കറ്റിന് ഇത്ര പൈസ ഉണ്ട്. അതുപോലെ നീ ഇതെല്ലാം എഴുതി വെക്കണം, ഇന്ന കാര്യങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചാൽ കൃത്യത. ഇപ്പൊ സപ്പോസ് ഇവിടെ വെച്ച് നിന്റെ ഇപ്പൊ ഒരു ഊബർ ഇന്ത്യക്കാരൻ പയ്യനൊരു കുത്തിവിട്ടി എന്ന് വിചാരിക്കട്ടെ, അവന് നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അവന് ബോഡി കൊണ്ടുപോകണമെങ്കിൽ രൂപ $25,000. അതൊക്കെ കൃത്യമായിട്ട് കണ്ടു വെച്ചില്ലെങ്കിൽ മൂഞ്ചി അവിടെ പോത്തേ ഉള്ളൂ. അവന് കൃത്യമായിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇതൊന്നും ആരും ചിന്തിക്കാതെ ചുമ്മാ ഇങ്ങനെ നിന്റെ ഇവിടുത്തെ ബാധ്യതകളൊന്നും അവർ എഴുതി തള്ളത്തില്ല. നിന്റെ ക്രെഡിറ്റ് കാർഡ് ബാലൻസും നിന്റെ ഇപ്പൊ നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യയെ മൂഞ്ചിപ്പിക്കുന്നതിന് തുല്യ. എന്ന് വെച്ചാൽ ഇപ്പൊ നീ ഒരു വീട് എടുത്തു, നീ നിന്റെ ഭാര്യയും കൂടെ $1 മില്യൺ ഇടയ്ക്ക് വെച്ച് നീ മരിച്ചുപോയി. ആ വീടിന്റെ ഇതൊന്നുമില്ല, ഭാര്യക്ക് അത് അടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഗവൺമെന്റ് അടച്ചത് മൊത്തം കൂടെ എല്ലാം ഏറ്റെടുക്കും. അങ്ങനല്ല, അത് അങ്ങനെയാണ് ഇവിടുത്തെ. ഇതെല്ലാം US-ലും എല്ലാം അങ്ങനെ തന്നെ. US-ൽ ഇതിനേക്കാളും കഷ്ടമാണ്. US-ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പെണ്ണുങ്ങൾക്ക് ഈ LGBT ഫേവറബിൾ ആയിട്ടുള്ള നിയമങ്ങളാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഭർത്താവ് പിച്ചക്കാരനാണെങ്കിലും ഭാര്യക്ക് ചെലവിന് കൊടുക്കണമെന്നൊക്കെയാണ്. ആദ്യം കുട്ടികൾ, പിന്നെ പെണ്ണുങ്ങൾ, പിന്നെ പട്ടികളൊക്കെ കഴിഞ്ഞാൽ അതിലും താഴെയാണ് ആണുങ്ങൾ. പട്ടികളെന്നല്ല പെറ്റെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കത് കേട്ടാണ്. എനിക്കെന്ന് വെച്ചാലും നമുക്കെന്ന് വെച്ചാൽ വീട്ടുകാരുടെ മുമ്പിൽ അവിടെ പോയി താമസിക്കുന്നത് എനിക്ക് ആർക്കും കിട്ടൂല. ഞാൻ അത്ര തന്നെ ഉള്ളൂ. എപ്പോഴാ പോണ്ടേ ഞാൻ കേറിപ്പോവും. അതുവരെ ഇങ്ങനെ വേറെ പ്രശ്നം എന്നറിയാമോ? ഏറ്റവും പണിയിട്ടാ പോണത് നമുക്ക് ഇനി മക്കളും കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരു പ്രായം അവർ മെച്ചൂർഡായി കഴിഞ്ഞാലേ അവർ പിന്നെ മാറിപ്പോകും. അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവ് വരണം. അതായത് ചെറിയ കുട്ടികൾ ഇവിടുത്തെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട് മാറിപ്പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞ അതിന് തിരിച്ചറിവ് നാട്ടിലെ പോലെ ഇപ്പോഴും നമ്മൾ അച്ഛനും അമ്മയുടെ കൂടെ അവരെ കുട്ടികളെ വളർത്തും പോലെ നമ്മൾ വർഷത്തിൽ നാട്ടിൽ പോവാം, നാട്ടുകാരെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെയൊക്കെ ഒരിക്കലും അല്ല. ഒരാൾക്ക് ടിക്കറ്റിന് 1,000-2,000 രൂപ വെച്ച് ഒരു മോന് 2,000, ഭാര്യക്ക് 2,000, ഇങ്ങക്ക് 2,000, 6,000 രൂപ മാറിയോ? വർഷത്തിൽ 6,000 രൂപ അങ്ങോട്ട് മാറി. പിന്നെ ജോലിന്ന് ലീവ് കിട്ടുമെന്നാ വിചാരം. ഇല്ല, ഞാൻ പറയട്ടെ, എല്ലാരും ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുന്തോറും നമ്മൾ ആഴത്തിൽ ഇവിടേക്ക് ഇന്നലെ നാളെ നിങ്ങള് വണ്ടി ഇതുപോലെ ഞാനിങ്ങനെ ബാധ്യതയൊക്കെ ഒരു വണ്ടി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും എന്തിനാ ഇങ്ങനെ വാടക അടച്ചു. എന്റെ സ്വന്തം വീട്ടിലൊന്ന് കിടക്കാൻ ഒരു ആഗ്രഹം, ഒരു വീടെടുക്കും. വീടെടുക്കാൻ അങ്ങനെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് ആൾക്കാരോട് ചോദിക്കുമ്പോഴേ എന്റെ ഓർഡർ തന്നെ ഞാൻ കുറച്ച് തന്നെ പോകുന്നത് 10 വീടൊക്കെ